കോഴിപ്പാട്സ്, ലിവർ ഫ്രൈ, പിന്നെ നമ്മളെ പച്ചക്കറി വെച്ചിട്ട് കുറുമക്കറി അങ്ങനെ എന്തെങ്കിലും. പിന്നെ ഇരുമ്പ് സ്പെഷ്യൽ ഇരുമ്പുണ്ടാവും. ചിന്നമുട്ടുണ്ട്, എല്ലാ സാധനമുണ്ട്. ചിന്നമുട്ട് കിട്ടോട്ടെ പേര് ഇവിടെ എല്ലാ ദിവസവും ചോദിച്ചു വാങ്ങിക്കോളി. നമ്മളെപ്പോഴും നമ്മളെ തൊട്ടടുത്തുള്ള നല്ല നല്ല കാര്യങ്ങൾ കാണുമല്ലോ അല്ലേ. അങ്ങനെ കണ്ടൊരു ഹോട്ടലാട്ടത് നമ്മളെ നാട്ടിൽ തന്നെയാണ്. ദേവി ഹോട്ടൽ, നമ്മൾ കോഴിക്കോട് ചെലപ്പുറം ഉണ്ണിമുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലം എൻ്റെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് അവിടെ ഒരു ഊണ് കഴിക്കാൻ കയറിയാണ് ഞാനും അജേഷുണ്ട്. അപ്പോൾ വിശേഷങ്ങൾ കാണാം. ഞങ്ങൾ പോയ സമയത്ത് ഊണിൻ്റെയൊക്കെ ഒരു സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ പൊറോട്ട അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പോൾ എന്തായാലും ഊണ് കഴിക്കുക. ഇത് പ്രത്യേക ഒരു ഫാമിലിയാണ് നടത്തുന്നത്. ഒരു 4 പേര് ചേർന്ന് ഫുഡ് ഉണ്ടാക്കുന്നത്, വിളമ്പുന്നത്. അങ്ങനെ നല്ല കുറച്ച് ഐറ്റംസൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. എല്ലാം കാണിച്ചില്ല. ചോറ് വാങ്ങിയിട്ടുണ്ട്, കോഴിപ്പാട്സ് വാങ്ങിയിട്ടുണ്ട്, പിന്നെ നമ്മളെ എരുന്ത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ സാധനം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് വരട്ടെ. എരുന്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോഴത്തേക്ക് കിച്ചണിലെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു. ഞായറാഴ്ച രാവിലെ കോഴിപ്പാട്സ്, ലിവർ ഫ്രൈ, പിന്നെ നമ്മളെ പച്ചക്കറി വെച്ചിട്ട് കുറുമക്കറി അങ്ങനെ എന്തെങ്കിലും. പിന്നെ ഇരുമ്പ് സ്പെഷ്യൽ ഇരുമ്പുണ്ടാവും. പിന്നെ ഉച്ചയ്ക്ക് ചോറെന്താ ഞായറാഴ്ച ഉണ്ടാകും തുറക്കില്ല. ചോറും കുറച്ചൊക്കെ ആയിട്ടില്ല. തിങ്കളാഴ്ച ലീവ് അല്ലേ? ഞായറാഴ്ച തുറന്നിട്ട് തിങ്കളാഴ്ച ലീവ് കേട്ടോ. അതെന്താ ആവട്ടെ, ഈ മത്തിപ്പീര നമ്മൾ കോഴിക്കോട് അത് അധികം ഞാൻ കണ്ടിട്ടേ ഇല്ല. അടിപൊളി സാധനം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ആ മത്തിപ്പീര തന്നെ കേട്ടോ. പിന്നെ ഞങ്ങൾ കോഴിപ്പാട്സ് വാങ്ങി, നേരത്തെ പറഞ്ഞല്ലോ കോഴിപ്പാട്സ് വാങ്ങിയിരുന്നു. എരുന്തിൻ്റെ ഫ്രൈയുമായി റോസ്റ്റും വാങ്ങിയിരുന്നു. കോഴിപ്പാട്സ് ചിന്നമുട്ടയൊക്കെ വെച്ചിട്ട് അടിപൊളി സാധനം. സംഭവം വിചാരിച്ചില്ല, ചെറിയ ചോക്ലേറ്റ് ഉണ്ടാകും. പിന്നെ അജേഷിന് ചിക്കൻ പൊരിച്ച് തന്നെ വേണം നിർബന്ധം. അപ്പോൾ അത് ചിക്കൻ പൊരിച്ച് ആവുന്നുണ്ട്. അപ്പോൾ അതുപോലെ കിച്ചണിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വരെ ആയിക്കോട്ടെ. നല്ല വലിയ വലിയ പീസ്, നല്ല ചിക്കൻ ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ട് വെച്ചിട്ട് സാധനം. ഞാൻ സത്യം പറഞ്ഞാൽ മത്തിയെ വാങ്ങുള്ളായിരുന്നു. അത് നല്ല മത്തി, നെയ്യുള്ള മത്തിൻ്റെ. പക്ഷേ അജേഷിന് ചിക്കൻ പൊരിച്ച് വേണമെന്ന് നിർബന്ധം. അപ്പോൾ എന്തായാലും മത്തി പിന്നെ കഴിക്കാമല്ലോ. അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ വെറുതെ ഒന്ന് പാത്രം തുറന്നു നോക്കി. നല്ല ലിവർ ഉണ്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ കോഴിൻ്റെ ചിക്കൻ്റെ ലിവറില്ലേ, അത് സ്ഥലത്തും കണ്ടില്ലേ. കോഴിപ്പാട്സ് കാണാറുണ്ട്, ഈ ലിവർ ഇങ്ങനെ ആക്കി വെക്കുന്നത് നമ്മൾ കാണാറില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ ചോറിന് ഇതൊക്കെ വാങ്ങി കഴിക്കാം സ്പെഷ്യല്. അപ്പം ചിക്കൻ റെഡി ആയിട്ട് ഞങ്ങൾ 2 ലെഗ് പീസ് അങ്ങോട്ട് എടുത്തോട്ടോ. ലെഗ് പീസ് തന്നെ ആയിക്കോട്ടെ, കാണാൻ രസഭംഗി ഉണ്ടായിക്കോട്ടെ. അപ്പോൾ അതാ ചിക്കൻ വന്നിട്ടുണ്ട്. ചിക്കൻ ലെഗ് പീസ്. നമുക്ക് നാരങ്ങല്ലാണ് നടക്കുക. ചിക്കൻ ചൂടുള്ള ചിക്കൻ തിന്നോട്ടോ. നാരങ്ങ വന്നിട്ട് ഈ വെള്ളത്തിന് നാരങ്ങ വരുമ്പോഴത്തേക്ക് ഇത് തണുത്തു പോകും. ആ ചൂടോടെ കഴിക്കുമ്പോഴാണ് ആ ടേസ്റ്റ് കേട്ടോ. കാണാൻ നല്ല രസമല്ലേ. ഓവർ ഡ്രൈ ആക്കാതെ ആ ഒരു ജ്യൂസിനെസ് കറക്റ്റായിട്ട് നിർത്തിക്കൊണ്ട് പൊരിച്ചിട്ടുണ്ട് കേട്ടോ. രസമുണ്ട്. നല്ല ചൂടാനുണ്ട്, നാരങ്ങൊന്നും വേണ്ട. അവനെന്തായാലും ചോറ് അങ്ങോട്ട് കഴിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ആ ചിക്കൻ്റെ പൊടി, ആ കറിവേപ്പിലെല്ലാം കൂടി നല്ല ക്രിസ്പി ആയിട്ടുള്ള കറിവേപ്പില, ആ ചിക്കൻ പൊടിയും കൂട്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. അടിപൊളി. ഇനിയിപ്പോൾ കറികൾ ഒരു പച്ചക്കറി ഉണ്ടായിരുന്നു, പിന്നെ ഒരു മീൻകറി ഉണ്ടായിരുന്നു. പച്ചക്കറി എനിക്ക് വന്ന് തക്കാളി വാഴക്കൊക്കെ ഇട്ട് നല്ല നാടൻ കറി കാണാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ. നല്ല കറിയാട്ടോ. പരിപ്പിൻ്റെ പച്ചക്കറി കൂടി പ്ലസ് ഉണ്ട്. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് നല്ല കറി. പിന്നെ മീൻകറി എന്താ സ്രാവ് കറി എന്നാണ് പറഞ്ഞത്. കഷ്ണമൊക്കെ ആയിട്ട് അവിടെ നല്ല കട്ടി തേങ്ങ അരച്ച് എരിവുള്ള കറിയാണ്. സ്രാവിൻ്റെ കഷ്ണമൊക്കെ ഉണ്ട് കേട്ടോ. കറി നല്ല കട്ടിയുള്ള കറി, അതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളും ഉണ്ട്. എന്തായാലും അടിപൊളി. അതുപോലെ ചിക്കൻ, പിന്നെ നമ്മളെ എരുന്ത് റോസ്റ്റ് ഉണ്ട്, അത് നോക്കട്ടെ കേട്ടോ. എല്ലായിടത്തിലൊന്നും അങ്ങനെ കിട്ടൂല, ഇവിടെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. കഴിച്ചോട്ടെ, ചോറിനോടെ കൂട്ടി കഴിക്കാനേ. ആ പച്ചക്കറീൻ്റെ സൈഡിലിട്ടിട്ട് അതിങ്ങനെ മിക്സാക്കി നന്നായി അങ്ങോട്ട് മിക്സാക്കുക, എന്നിട്ട് എടുത്ത് അങ്ങോട്ട് കഴിക്കാം. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മളെ കോഴിക്കോട് ചിലപ്പോൾ ഉണ്ണിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലമായിട്ട് ഞാൻ വീടിൻ്റെ അവസാനം കാണിച്ചു തരാം ലൊക്കേഷൻ. പിന്നെ ചോറിൻ്റെ കൂടെ കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഒരു ഉപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബീട്രൂട്ടിൻ്റെ അച്ചാർ ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കൂടി കിട്ടാൻ ഒരു ഡീസൻറ്റ് തേങ്ങാപ്പീര കറി, തേങ്ങാപ്പീരല്ല മത്തിപ്പീര എല്ലാം കൂടി ആയിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ചൂടുള്ള മീൻ പൊരിച്ചും കൂടി വേണമെന്ന് ചോദിച്ചോ കേട്ടോ. എല്ലാം കൂടി നടക്കൂല.
പീര നല്ല ചേരുണ്ട് കൊടുമ്പുളിയൊക്കെ ഇട്ടിട്ട് അത് നമ്മളധികം കിട്ടാത്ത ദിവസമാണ് പീര വേണേ കുറച്ച് പറഞ്ഞു കുറച്ച് പീര എടുക്കണേ മീമീര നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ടാണ് മുപ്പര്. അപ്പോഴത്തേക്ക് ചിക്കൻ എപ്പോഴും ചൂടോടെ കഴിക്കുമ്പോഴാണ് വിട്ടോ. അപ്പം ബാക്കിയുള്ള സാധനം രസം വന്നിട്ടുണ്ട് കേട്ടോ. രസം പിന്നെ കുറച്ച് പീരയും പറഞ്ഞു. കുറച്ച് രസം എടുത്തുണ്ട്. ആ മതി മതി. അങ്ങോട്ട് ആയപ്പോൾ സാറേ ഇതാ എനിക്ക് കുറച്ച് പേരാണ് കുറച്ച് പേര് ഇവിടെ ഉള്ള ദിവസം ചോദിച്ചു വാങ്ങിക്കോളുണ്ട്. അടിപൊളി സാധനം. അപ്പോൾ എന്തായാലും കഴിച്ചതൊക്കെ ഇഷ്ടപ്പെടുന്ന അപൂർവം ചില ഹോട്ടലുകളുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒന്നും ഇവിടുത്തെ ഇത് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനത്തെ ചെറിയ ഹോട്ടലിൽ ഉള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഉണ്ടാക്കി തരുന്ന ഒരു ചെറിയ ഹോട്ടൽ. നല്ല ചോറും നല്ല സ്പെഷ്യൽ കേട്ടോ. പിന്നെ റേറ്റ് പറഞ്ഞാൽ വളരെ ചെറിയ റേറ്റേ ഉള്ളൂ കേട്ടോ. നോക്കിയോട്ടെ എല്ലാത്തിൻ്റെ റേറ്റ് അവിടെ ഉണ്ട്. ഇതാ വെള്ളപ്പം കാണിക്കാൻ പറഞ്ഞാൽ വെള്ളപ്പം ഉണ്ട് കേട്ടോ അവിടെ. രാവിലെ നല്ല വെള്ളപ്പവും. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.